നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. അഫ്സലിന് ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല. ജീവനോടെ തിരിച്ചെത്തുമെന്ന് ഒരു ഉറപ്പുമില്ലാതിരുന്നിടത്തു നിന്നും സ്വന്തം മാതാപിതാക്കളെയും ഭാര്യയെയും മക്കളെയും എല്ലാം ഇനി ഒരിക്കലും കാണില്ലെന്ന് ഉറപ്പിച്ചിടത്തു നിന്നാണ് സുരക്ഷിതമായി ഇറാനിൽ നിന്നും നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇറാനിൽ കഴിഞ്ഞ ഓരോ ദിവസവും ഇന്നും ഞെട്ടിപ്പിക്കുന്നതാണ്. വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചതിൽ ദൈവത്തോട് നന്ദി പറയുകയാണ് AR നഗർ ചെണ്ടപ്രായ സ്വദേശിയായ അഫ്സൽ. ദുബായിലെ നെക്സ്റ്റ് പവർ കമ്പനിയിലെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറായ ചെണ്ടപ്രായ സ്വദേശി ഈന്തുമുള്ളൻ സെയ്ദലവിയുടെ മകൻ അഫ്സലും കമ്പനിയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ കോട്ടക്കൽ പറപ്പൂർ ആസാദ് നഗർ തേങ്ങാക്കൂട്ടുങ്ങൽ കുട്ടിരായിൻ്റെ മകൻ മുഹമ്മദ് നദീമും ജോലി ആവശ്യാർത്ഥം കഴിഞ്ഞ 13-ന് ടെഹ്റാനിൽ എത്തിയതായിരുന്നു. ഞായറാഴ്ച ദുബായിലേക്ക് മടങ്ങാനിരിക്കെയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായത്. ഇതോടെ ഇറാനിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. ഓരോ ദിവസവും ആശങ്കയുടെ മുൾമുനയിലായിരുന്നു ഇവർ. ടെഹ്റാനിലെ ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് യസ്ദ് എന്ന സ്ഥലത്തേക്ക് പോയി. ഇവിടെ നിന്നാണ് പിന്നീട് കപ്പൽ കയറാനായി ബദർ അബ്ബാസിലെത്തിയത്. ശനിയാഴ്ച ബദർ അബ്ബാസിലെത്തിയപ്പോഴും വലിയ ആക്രമണമാണ് ഉണ്ടായത്. ടിക്കറ്റ് എടുത്ത് കപ്പൽ യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് മിലിറ്ററി ക്യാമ്പിൽ ആക്രമണമുണ്ടായത്. 1 കിലോമീറ്ററോളം ഓടിയാണ് രക്ഷപ്പെട്ടത്. ഇതിനു മുമ്പ് 2 തവണ സ്ഫോടനത്തിൽ നിന്നും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ആദ്യ ദിവസം എംബസിയിലേക്ക് പോകുമ്പോൾ 100 മീറ്റർ അടുത്താണ് സ്ഫോടനം നടന്നത്. ഇവിടെ നിന്നും 2 പേരും ഓടി ഭൂഗർഭ മെട്രോയിലെത്തിയാണ് രക്ഷപ്പെട്ടത്. പിന്നീട് ഒരു ഇറാനിയൻ കുടുംബത്തിനൊപ്പം 10 മണിക്കൂർ കാറിൽ യാത്ര ചെയ്താണ് യസ്ദ് എന്ന സ്ഥലത്തെത്തിയത്. 2 ദിവസം ഈ കുടുംബത്തിനൊപ്പം കഴിഞ്ഞു. തുടർന്നാണ് കപ്പൽ കയറാൻ ബദർ അബ്ബാസിലേക്ക് എത്തുന്നത്. ഞായറാഴ്ച ബന്ദർ അബ്ബാസിൽ നിന്നാണ് ഇരുവരും ഷാർജയിലേക്ക് കപ്പൽ കയറിയത്. വിവിധ രാജ്യക്കാരുണ്ടായിരുന്നു കപ്പലിൽ. എന്നാൽ പകുതിയോളം എത്തിയ ശേഷം കപ്പൽ ഇറാനിൽ തന്നെയുള്ള കിഷ്വിഷ് എന്ന ദ്വീപിൽ നിർത്തിയിട്ടു. കാലാവസ്ഥ കാരണം യാത്ര തുടരാൻ സാധിക്കുന്നില്ല എന്നാണ് കപ്പൽ അധികൃതർ പറഞ്ഞത്. വൈകിട്ട് 4 മണിക്ക് നിർത്തിയിട്ട കപ്പൽ പിന്നീട് അർദ്ധരാത്രി 12-നാണ് പുറപ്പെട്ടത്. യാത്രക്കാർ ബഹളമുണ്ടാക്കിയതിനെ തുടർന്നായിരുന്നു യാത്ര പുറപ്പെട്ടതെന്ന് അഫ്സൽ പറഞ്ഞു. മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുന്ന തങ്ങൾക്ക് വെള്ളത്തിൽ കിടന്ന് മരിക്കാനാണ് വിധിയെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന തീരുമാനത്തിനൊടുവിലാണ് കപ്പലെടുക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് ഷാർജയിൽ എത്തിയത്. തുടർന്ന് അഫ്സൽ ഇന്ന് പുലർച്ചെ 2 മണിയോടെ നാട്ടിലെത്തി. ഇപ്പോഴും ദുരന്തമുഖത്തെ ഞെട്ടലിലാണ് അഫ്സൽ. എന്തായാലും ആദ്യം തന്നെ എല്ലാവരോടും ഒരു താങ്ക്സ് പറയാണ്. കാരണം ഞാൻ അവിടെ ഉള്ളപ്പോഴും നിങ്ങളൊക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നിരുന്നു. വീട്ടിലാണെങ്കിലും എന്നെ മാക്സിമം എന്നെയും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും നിങ്ങളുടെ മെസ്സേജൊക്കെ എനിക്ക് കാണുന്നുണ്ടെങ്കിലും അതൊന്ന് റിപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ റീഡ് ചെയ്യാനോ പറ്റുന്നില്ലായിരുന്നു. എന്തായാലും ദൈവത്തിന് സ്തുതിക്കുകയാണ്. കാരണം ഇങ്ങനൊരു ജീവിതം കൂടി ഉണ്ടാവും എന്നുള്ളതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എന്തോ അതുകൊണ്ട് തിരിച്ചെത്തി. ഞാൻ ലാസ്റ്റ് നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് ഞാൻ യസ്ദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബന്ദർ അബ്ബാസ് എന്ന് പറഞ്ഞ പോർട്ടിലേക്കാണ് മൂവ് ചെയ്തത്. ഇന്ത്യൻ എംബസിയുടെ ഇവാക്വേഷൻ നടക്കുന്നത് ഈ ഭാഗത്തേക്കാണ്. അങ്ങോട്ട് ഞാൻ മൂവ് ചെയ്യാന്ന് വെച്ചാൽ ഏകദേശം 15-16 മണിക്കൂറോളം യാത്ര ചെയ്യണം. അത് റിസ്ക് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു ആ ഭാഗം. അപ്പോൾ ബന്ദർ അബ്ബാസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളൊരു ഭാഗം നോക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്തു. അവിടുത്തെ ഇപ്പോൾ ടിക്കറ്റോ കാര്യങ്ങളൊന്നും കിട്ടാനോ ഒന്നുമില്ല. കാരണം 1 മാസമൊക്കെ കഴിയും. പിന്നെ അവിടുത്തെ ഞങ്ങൾ മീറ്റിങ്ങിൽ പോയ അവരുടെ ഇൻഫ്ലുവൻസൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് അറേഞ്ച് ചെയ്ത് തന്നു. അതടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ബന്ദർ അബ്ബാസ് പോർട്ടിൽ കയറി. ഞങ്ങൾ മിനിഞ്ഞാന്നല്ല അതിൻ്റെ തലേ ദിവസമായിരുന്നു പോരാനുള്ള ഒരുക്കങ്ങളായിട്ട് പോർട്ടിൽ ഇമിഗ്രേഷൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത്. ആ സമയത്താണ് ഒമാനിലേക്കുള്ള ഇമിഗ്രേഷൻ നടക്കുകയാണ്. ഒമാനിലേക്കുള്ള ഷിപ്പ് പോയി കഴിഞ്ഞ് നമ്മൾ ദുബായിലേക്കുള്ള ഷാർജയിലേക്കുള്ള ഷിപ്പ് പോകാൻ നിൽക്കുന്ന 2 മണിക്കൂർ ഗ്യാപ്പിലാണ് ബന്ദർ അബ്ബാസ് പോർട്ടിനടുത്തുള്ള പെട്രോളിയം അതിൽ ആക്രമണം നടന്നത്. അത് ഞങ്ങൾ തൊട്ടടുത്ത് ആ ആക്രമണം വന്ന സമയത്തിന് അവിടെ മൊത്തം ചെറുക്ക് ചെയ്ത് ബിൽഡിങ്ങെല്ലാം അതായി. അപ്പോൾ ഞങ്ങൾ പിന്നെ മരണമാണ് മുമ്പിലുള്ളത് എന്നുള്ളവർക്ക് അവിടെ തന്നെ ഇരുന്ന് നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഉദ്യോഗസ്ഥർ എന്തായാലും ഓടിക്കോളൂ, പറ്റിയാൽ രക്ഷപ്പെട്ടാലോ എന്ന് അവർ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഏകദേശം ഞങ്ങൾ 1 കിലോമീറ്ററോളം ഇറങ്ങി ഓടിയത്. ഓടുമ്പോൾ ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ ഞങ്ങൾ പരിചിത മറ്റുള്ള രാജ്യത്തുള്ള ആളുകളായതുകൊണ്ട് ഞങ്ങൾ ഓടുമ്പോൾ അവിടെയുള്ള പോലീസുകാരോ മറ്റുള്ള ആളുകളോ എല്ലാവരും ഞങ്ങളെ ഒന്ന് വളഞ്ഞ് പിടിച്ചു വെച്ചു. ഞങ്ങൾ ഫുൾ ബോഡി ചെക്കപ്പും കാര്യങ്ങളും. കാരണം അവിടെ ഈ ചാരന്മാരൊക്കെ ഒരാൾക്ക് വെടിവെച്ച് കൊന്നതൊക്കെ അത് കേട്ടു. അപ്പോൾ അങ്ങനെ വലിയവരാണോ എന്നുള്ളതൊക്കെ ഞങ്ങളെ പരിശോധനയും പാസ്പോർട്ടെല്ലാം ചെക്ക് ചെയ്തു. അതൊക്കെ അതിൽ നിന്നും അവർക്ക് ഞങ്ങൾ ഇന്ത്യക്കാരാണെങ്കിൽ പോകാൻ വേണ്ടി വന്നവർക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർ ഞങ്ങളെ ആദ്യം ഒന്ന് പേടിച്ചു പോയി. ഞങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷൻ ചെയ്തു. കാരണം എല്ലാവരും വന്ന് വളഞ്ഞ്
അവർ വിഷയങ്ങളും തോക്കും എല്ലാം ഇതായിട്ട് ഞങ്ങൾ വളഞ്ഞത്. പേടിച്ചു പോയി ഞങ്ങൾ എന്താ സംഭവിക്കുന്നത് അറിയാത്തത് കൊണ്ട്. പിന്നെ അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അതിൽ ഒരാൾക്ക് വിഷയം അറിയാം, അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ വേറൊരു വണ്ടിയിൽ ഞങ്ങൾ സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തി, ബന്ദർബാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, മെയിൻ സിറ്റിയിലേക്ക്. അവിടെയായിരുന്നു ലാസ്റ്റ് ദിവസം മിനിഞ്ഞാന്ന് ദിവസം രാത്രി നിന്നത്. അങ്ങനെ ഏകദേശം അവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് പിന്നെ എസ്ഡിലേക്ക് മൂവ് ചെയ്താലോ എന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പുള്ളിയാണ് ഞങ്ങളോട് പറഞ്ഞത്, ഇങ്ങോട്ട് അവർക്ക് മൂവ് ചെയ്യേണ്ട, ഇവിടുന്ന് 2 മണിക്കൂർ കഴിഞ്ഞാൽ സിറ്റുവേഷൻ ഒന്ന് ശാന്തമായി കഴിഞ്ഞാൽ പോർട്ട് ഓപ്പൺ ആവും, അപ്പോൾ നമുക്ക് യാത്ര തുടരാൻ പറ്റുമെന്ന് വിചാരിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ ഒന്ന് കോൾ വന്നു. അങ്ങനെ വീണ്ടും പോർട്ടിലേക്ക് വന്നു മിനിഞ്ഞാന്ന്. അങ്ങനെ മിനിഞ്ഞാന്ന് 2 മണിക്ക് ഞങ്ങൾ അവിടുന്ന് എക്സിറ്റായി, ഒമാനിന്ന് ഇറാനിന്ന് എക്സിറ്റായിട്ട് നേരെ കടൽമാർഗ്ഗം ഞങ്ങൾ യാത്ര തിരിച്ചു. ഏകദേശം പകുതി ആയപ്പോഴേക്കും ഷിപ്പ് തിരിച്ച് ഇറാനിലേക്ക് തന്നെ പോയിരുന്നു. അപ്പോൾ എന്താണ് സിറ്റുവേഷൻ, ഞങ്ങളതിലുള്ള 200ഓളം യാത്രക്കാരുണ്ടായിരുന്നു. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു വെതർ പ്രശ്നം കൊണ്ടാണ് നമ്മൾ തിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു. എന്നിരുന്നാലും അപ്പോൾ ഞങ്ങൾ തിരിച്ച് വേറൊരു ഐലൻഡിലാണ് ഷിപ്പ് നിർത്തിയത്. വൈകുന്നേരം മിനിഞ്ഞാന്ന് 4:30 മണിക്ക് അവിടെ ഔട്ടാക്കിയിട്ട് രാത്രി 11 മണിയായിട്ടും ഷിപ്പ് എടുക്കാതായപ്പോൾ അതിലുള്ള യാത്രക്കാരെല്ലാവരും ഒന്ന് മൈൻഡായി. കാരണം എന്തായാലും ഞങ്ങൾ മരിക്കാൻ റെഡിയാണ്, നിങ്ങൾ വെതർ പ്രശ്നമാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ എടുത്തോളൂ, ഞങ്ങൾ അത് നേരിടാൻ റെഡിയാണ്. ഇവിടുന്ന് ഇങ്ങനെ മരിക്കാൻ റെഡിയായി നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ വെള്ളത്തിൽ ആയിട്ട് കടന്നാണ് ഇതാവുന്നെങ്കിൽ അതിന് റെഡിയാണ് ഞങ്ങൾ. അങ്ങനെ ആളുകളുടെ ഇതിനനുസരിച്ച് ഷിപ്പ് എടുത്തു. ഷിപ്പ് എടുത്ത് ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂർ യാത്ര കഴിയുമ്പോൾ തന്നെ വെതർ പ്രശ്നം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. കാരണം ഷിപ്പ് ഒരു നോർമൽ ലെവലിലല്ല മൂവ് ചെയ്യുന്നത്, ഭയങ്കര ജർക്കിങ്ങോട് കൂടിയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോഴും ചെറിയൊരു ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്നലെ രാവിലെ ഒരു 6 മണി 6:30 ആയപ്പോൾ ഷാർജ പോർട്ടിൽ എത്തി. അങ്ങനെ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് പോലീസ് നടപടി കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് റൂമിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രഷായി. അപ്പോൾ നാട്ടിലേക്ക് എത്തണം എന്നുള്ളൊരു തോന്നുക, കാരണം എൻ്റെ ഒരു നോക്കിയല്ലാതായപ്പോൾ നേരെ നാട്ടിലേക്ക് ഇന്നലെ രാത്രിക്കത്തെ ഫ്ലൈറ്റിൽ നേരെ കാലിക്കറ്റ് ഇറങ്ങി. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ഏകദേശം സമാധാനമായി. അങ്ങനെ വെള്ളിയാഴ്ച പുലർച്ചെ ഒരു 3 മണിക്കാണ് ഫസ്റ്റ് അറ്റാക്ക് നടക്കുന്നത്. ആ അറ്റാക്ക് നടക്കുമ്പോൾ തന്നെ ഞങ്ങളപ്പോൾ എല്ലാം പാനിക്കായി. കാരണം തൊട്ടടുത്ത തെഹ്റാനിലാണ് അത് നടക്കുന്നത്. അത് കഴിഞ്ഞ് 2 ദിവസം ഞങ്ങൾ റൂമിൽ തന്നെ വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങാതെ അവിടെ തന്നെ നിന്നു. പിന്നെയാണ് ഞങ്ങൾ ഇന്ത്യൻ എംബസിയിലേക്കൊന്ന് മൂവ് ചെയ്ത് നോക്കിയത്, അവിടെ നിന്ന് എന്തെങ്കിലും ഇത് കിട്ടുമോ അറിയാൻ പറ്റുമോ എന്നുള്ള നിലയ്ക്ക്. അപ്പോഴാണ് ഇന്ത്യൻ എംബസിൻ്റെ പഴയ അഡ്രസ്സിലേക്ക് ഞങ്ങൾ എത്തിപ്പോയത്. അവിടുന്ന് പുതിയ അഡ്രസ്സിലേക്ക് ഒരു മാറ്റിയിട്ട് കുറച്ച് ദിവസമായി നടന്നു. അപ്പോഴാണ് ആ തെഹ്റാനിലെ പഴയ ഇന്ത്യൻ എംബസിയുടെ അവിടെ അറ്റാക്ക് നടന്നത്. അത് ഏകദേശം 100 മീറ്റർ അകലെ വെച്ചാണ് നടന്നത്. നേരെ കണ്ണുകൊണ്ട് കണ്ട് ഓരോന്ന് വീഴുന്നത് ഞങ്ങൾ നേരിട്ട് കാണുകയാണ്. അടുത്തടുത്തേക്ക് ഇങ്ങനെ വീണ് വരുന്നത്. അപ്പോൾ 3 സൈഡിൽ കൂടിയിട്ടും അവിടെയൊക്കെ എല്ലാം പുക കൊണ്ടൊക്കെ നിറഞ്ഞിരുന്നു. പിന്നെ ഒരു ഗ്യാപ്പാണ്, ആ ഗ്യാപ്പിൽ കൂടെ ഓടിയപ്പോൾ അവിടെ 50 മീറ്റർ അകലെയാണ് ഒരു അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷൻ കണ്ടത്. അതിലേക്ക് ആളുകളെല്ലാം പോകുന്നു കണ്ടു. ഞങ്ങൾ അതിലേക്ക് പോയി. അങ്ങനെയാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. ഏതായാലും ജീവനോടെ നാട്ടിൽ തിരിച്ചെത്താൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അഫ്സൽ. തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാത്തിടത്തു നിന്നും കുടുംബത്തെ വീണ്ടും കാണാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിൽ. സുഹറയാണ് മാതാവ്, ഷെഫീനയാണ് ഭാര്യ, ദിയാൻ, എനോവ എന്നിവരാണ് മക്കൾ. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.